ബാപ്പ ബോർഡ് കണ്ട? വേണ്ട ബാപ്പ, ഇതിലൂടെ പോകേണ്ട. എനിക്ക് നല്ല പേടിയായിട്ടാണ്. ഹുദ സമയം എത്രയായി? 5:40. ഹുദ 6 മണിക്ക്. ഇനി 20 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് പോകാം. വേണ്ട ബാപ്പ, നമുക്ക് തിരിച്ചു പോകാം. വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട്. മക്കൾ എവിടെയാ പോകുന്നത്? ഇത് പുലികളൊക്കെ ഉള്ള കാടാണ്. ആന, കാട്ടുപോത്തൊക്കെ ഉള്ള കൊടുങ്കാടാണ്. ശ്രദ്ധിച്ചു പോകണം. ഞങ്ങൾ കാസർഗോഡ് പോകുന്നത്. ഞങ്ങൾ എവിടെ നിർത്തില്ല. സൂക്ഷിച്ചു പോകാം. ഞങ്ങൾ പോട്ടെ. ബാപ്പ, ആ വയസ്സായ പെണ്ണുങ്ങളാ കാണുമ്പോൾ തന്നെ പേടിയാണ്. അവരുടെ വീട് എവിടെ ബാപ്പ? ഈ കാടിനുള്ളിൽ അവരെന്ത് ചെയ്യുന്നേ? അതാണ് ബാപ്പാഹും ആലോചിക്കുന്നത്. അവർ ഈ കാട്ടിൽ എന്ത് ചെയ്യുന്നു എന്ന്. ചിലപ്പോൾ ആദിവാസിയായിരിക്കും, കാട്ടിന്റെ അകത്ത് താമസിക്കുന്നവർ. ബാപ്പ, എനിക്കെന്തോ പേടിയാണ്. മൊബൈലാണെങ്കിൽ റേഞ്ച് ഇല്ല. നമ്മൾ തിരിച്ചു ബാപ്പന്റെ ചങ്ങായിന്റെ പുറക്കെന്നെ പോകാ ബാപ്പ. ഹുദ, നീ പേടിക്കേണ്ട. പേടിച്ച് കാട്ടിലൂടെ പോകാനുള്ള രസമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. ഈ കാട്ടിൽ നമ്മൾ 2 പേര് മാത്രം. ബാപ്പ മാൻ കൂട്ടാ. വാവ്, സൂപ്പർ ബാപ്പ. ഹുദ, നമ്മൾ സ്വപ്ന ലോകത്താണ്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മൾ ഇതിലെ വന്നില്ലെങ്കിൽ ഇതുപോലുള്ള സീൻ കാണുമായിരുന്നു. ബാപ്പ, കാട്ടുപോത്തു. അത് കുത്തും ബാപ്പ. മെല്ലെ പോ. അതേ മോളെ, ഞാൻ നിർത്തുന്നു. അത് കടന്നു പോകട്ടെ. ശരി, ഇനി പോകാം. ബാപ്പ, നീ എത്ര കിലോമീറ്റർ ഉണ്ട്? 44 കിലോമീറ്റർ. എന്ത് കാടാണ് ബാപ്പ? കാണുമ്പോൾ പേടിയാണ്. ബാപ്പ, ആനകൂട്ടം, വേഗം തിരിച്ചു പോകാം ബാപ്പ. മോളെ, കൂട്ടത്തോടെ വരുന്ന ആനകൾ നമ്മളെ ഒന്നും ചെയ്യില്ല. അത് സൈഡിലൂടെ പോയിക്കോളും. കൂട്ടത്തോടെ വരുന്ന ആനകളൊന്നും ചെയ്യില്ല. ഒട്ടയാനെ സൂക്ഷിക്കാൻ, അത് ആക്രമിക്കും. ഒട്ടയാനെന്ന് പറഞ്ഞെന്താ ബാപ്പ? ആന ഒട്ടൊക്കെ വരുന്നില്ലേ, അതിനെയാണ് ഒട്ടയാനെന്ന് പറയുന്നത്. ആരുടെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാപ്പനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ് ഈ കാട്ടിലൂടെ പറഞ്ഞാണ് ബാപ്പാന്റെ ഒട്ട വാശി. ഇനി നമുക്കൊക്കെ ഈ കാട്ടിലൂടെ പോണ്ട. ബാപ്പാന്റെ ചങ്ങായിന്റെ പുറക്ക് പോയി ആടിന് കാലത്തെ പോകാ. ഹുദാ, ബാപ്പ ജീവിതത്തിൽ ഇത്ര അധികം പേടിച്ചിട്ടില്ല. നമുക്ക് ചങ്ങായിന്റെ പുറക്കന്നെ പോകാം. ബാപ്പാന്റെ എല്ലാ ധൈര്യം പോയി. ബാപ്പ, ഞാൻ വിചാരിച്ച് ആന നമ്മളെ പിടിച്ചൂന്ന്. ആനയുടെ തുമ്പികന്റെ മേൽ മുട്ടീന് ബാപ്പ. ഇപ്പോഴും എന്റെ നെഞ്ചി അടിക്കുന്നോണ്ട് ബാപ്പ. മോളെ ബേജാറാക്കേണ്ട. ബാപ്പാന്റെ തെരത്താണ്. ഒരിക്കലും ബാപ്പ ഇതിലെ വരാൻ പാടില്ലായിരുന്നു. മോള് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും. ബാപ്പ, നിർത്തണ്ട. ഇത് നമ്മ ഫസ്റ്റ് കണ്ട വയസ്സായ പെണ്ണുങ്ങളാണ്. ബാപ്പ, അത് മനുഷ്യനല്ല, പ്രേതമാണ്. ബാപ്പ, സ്പീഡ് പോ. എനിക്ക് പേടിച്ചിട്ട് കഴിയുന്നില്ല ബാപ്പ. മോളെ, ശരിയാണ്. അത് പ്രേതം തന്നെയാണ്. കാടിന്റെ തുടക്കത്തിൽ നമ്മളോട് സംസാരിച്ച അതേ സ്ത്രീ. ബാപ്പാന്റെ മുഴുവൻ കൺട്രോളിൽ പോയി. മോളെ, എത്രയും പെട്ടെന്ന് വാപ്പാന്റെ ചങ്ങായിന്റെ പുറകെത്താൻ നോക്കാം. മോള് ധൈര്യത്തിൽ എനിക്ക്. ഹുദായി കാട് കഴിയാൻ ഇനി വരും 5 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ബാപ്പാന്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നു. ഹുദ, നീ ബാക്കിലേക്ക് നോക്കി ആ സ്ത്രീ എവിടെ ഉണ്ടാൻ? എനിക്ക് പേടിയാണ്. ഞാൻ ബാക്കിലേക്ക് നോക്കില്ല. ബാപ്പ, മുമ്പിൽ ആ സ്ത്രീ. വേദനിക്കുന്നു. ആക്സിഡന്റ് ഉണ്ടായി. നിങ്ങളൊക്കെയല്ലേ? മോളൊക്കെയാണോ? ഞങ്ങളൊക്കെയാണ് സാർ. ഞങ്ങളൊക്കെയാണ് സർ. എന്താണ് ശരിക്കും സംഭവിച്ചത്?
സാർ, ഒരു വയസ്സായ പെണ്ണുങ്ങള് പേടിപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ ബൈക്കിന് കൈ കാണിച്ച് ഞങ്ങൾ നിർത്തിയില്ല. സർ, ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അതേ സ്ത്രീ ഞങ്ങളുടെ ബൈക്കിന്റെ മുമ്പിൽ ഭയാനകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല സർ. അത് മനുഷ്യനല്ല സർ, പ്രേതമാണ്. ഇപ്പോഴും എന്റെ നെഞ്ച് അടിക്കുന്നുണ്ട് സർ. അതാണ് പേച്ചി, 5 വർഷം മുമ്പ് മരണപ്പെട്ടുപോയ കാട്ടുവാശിയായ സ്ത്രീ. ആ സ്ത്രീയുടെ പ്രേതം ഈ കാട്ടിൽ രാത്രിയിൽ അലയുന്നുണ്ട്. നിങ്ങൾ കണ്ട പേച്ചി ഇതുവരെ ഈ കാടിനുള്ളിൽ പേടിപ്പിച്ചു ആക്സിഡന്റ് ആക്കിയിട്ട് 7 പേരെ കൊന്നിട്ടുണ്ട്. എല്ലാവരും മരിച്ചത് ബൈക്ക് യാത്രക്കാർ മാത്രം. ദൈവത്തോട് നന്ദി പറയൂ, നിങ്ങൾ മാത്രമാണ് പേച്ചിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. നിങ്ങൾ വരുന്ന വഴിയിൽ വലിയ ബോർഡ് കണ്ടില്ലേ, വൈകുന്നേരം 10 മണിക്ക് ശേഷം ഇതിലാ വരാൻ പാടില്ലെന്ന്. കണ്ടു സർ, സോറി സർ, ഒരു ആവേശത്തിൽ വന്നുപോയതാണ്. ഇത്രയും അപകടമാണ് ഈ കാട് ഞാൻ വിചാരില്ല. നിങ്ങൾ എന്താ അച്ഛനാണ്? ഈ പാവം മകളെ നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നില്ലോ? ബാപ്പനോട് മാപ്പ് ചെയ്യണം. മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ. സാരമില്ല ബാപ്പ. ബുള്ളറ്റ് ഞങ്ങൾ കൊണ്ടുവരാം. ഈ അവസ്ഥയിൽ നിങ്ങൾ ഓട്ടേണ്ട. ഇന്ന് ടൗണിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയി നാളെ പോയാൽ മതി. ശരി സാർ. കണ്ണനെ ഞാൻ പോറ്റിടാം, പൊന്നു പോലെ കാത്തിടാം. പുന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. വീഴല്ലേ തേനേ.